മുരിങ്ങക്ക പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 1/4 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കണേണ്. നല്ലപോലെ വെന്ത് വരണം, നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം. അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. ഇതിപ്പോൾ ഒരു 3 വിസിലൊക്കെ വേണ്ടി വരും ഇത് വേകാനായിട്ട്. നമുക്ക് പരിപ്പിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഇത് ചില പരിപ്പ് പെട്ടെന്ന് വേകുന്നതായിരിക്കും, ചിലപ്പം 1 വിസിലിൽ വേകുന്ന പരിപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ 3 വിസിലാണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം 3 വിസിൽ കൊണ്ട് ഇത് വേകുന്നുണ്ടോ എന്ന്. 2 മുരിങ്ങയ്ക്ക, വലിയ തക്കാളിയാണ് ഇതിൻ്റെ ഒരു പകുതി. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം, 2 പച്ചമുളക്, 1 നുള്ളി ജീരകം, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. 1/2 തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്ന രീതിയിൽ വേവിക്കുക. അരപ്പ് ചേർക്കാം. ബൗൾ കഴുകി വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് സ്റ്റവ് കത്തിച്ചിട്ടൊന്ന് തിളപ്പിക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണേന്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മതി, ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. തേങ്ങ നമ്മൾ അരച്ച് ചേർത്താണ്. തേങ്ങയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ നമ്മളങ്ങ് ഒരുപാട് നേരം തിളപ്പിക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. തക്കാളിയൊക്കെ ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉടച്ച് ചേർക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തക്കാളിയൊന്നും ഉടയ്ക്കുന്നില്ല. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ചേർക്കുക. വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ചൂടാറി കഴിയുമ്പോൾ സർവിങ് ബോളിലേക്ക് മാറ്റാം. മുരിങ്ങക്ക പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.